ഹായ് ഫ്രണ്ട്സ്, LED സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വീടിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള LED സ്ട്രിപ്പുകൾ നമ്മൾ യൂസ് ചെയ്യാറ്. അതിനകത്ത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 240 LED പെർ മീറ്ററിൽ വരുന്ന സ്ട്രിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ 120 LED പെർ മീറ്ററിൽ വരുന്ന സ്ട്രിപ്പ് ഉണ്ട്. ഇതിനകത്ത് ഒരു മീറ്ററിൽ 120 LED ആണ് വരിക. പിന്നെ ഇത്തരത്തിലുള്ള സ്ട്രിപ്പുകളിൽ വന്നിട്ട് 60 LED ആണ് ഒരു മീറ്ററിൽ വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള LED സ്ട്രിപ്പുകൾക്ക് എത്ര ആംബിയറിൻ്റെ SMPS വെക്കണം എന്നുള്ളത് പലർക്കും ഒരു കൺഫ്യൂഷനായിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്ട്രിപ്പ് എടുത്ത് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അത് എത്ര ആംബിയർ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ജനറൽ കൺക്ലൂഷനിലെത്താൻ പോവുകയാണ്. 60 LED പെർ മീറ്ററിൻ്റെ സ്ട്രിപ്പിന് എത്ര ആംബിയറിൻ്റെ SMPS ഉപയോഗിക്കണം, 120-നകത്ത് എത്രയാണ്, 240 LED പെർ മീറ്റർ വരുന്നതിനകത്ത് എത്ര ആംബിയറിൻ്റെ SMPS ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ആംബിയർ ചെക്ക് ചെയ്യാൻ വേണ്ടുന്ന ആ ഒരു സെറ്റപ്പ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടുന്നത് ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ്. ഇതാണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിനകത്ത് എങ്ങനെയാണ് ആ ഒരു നോബ് വെക്കേണ്ടുന്നത്, അതിനുശേഷം എങ്ങനെയാണ് കണക്ടർ കണക്ട് ചെയ്യേണ്ടതെന്നും തുടർന്ന് എങ്ങനെ കൊടുത്താലാണ് നമുക്ക് ആംബിയർ കിട്ടുക എന്നുള്ളതും കൂടെ ഒന്ന് കാണിക്കും. ഇതാണ് ഡിജിറ്റൽ മൾട്ടിമീറ്ററിൻ്റെ സെറ്റപ്പ്. ഈ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിനകത്ത് 2 നോബുകളാണ് ഉണ്ടാവുക. അത് ടെസ്റ്റിംഗ് പ്രോബ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് ടെസ്റ്റിംഗ് പ്രോബ്സ്. ഈ ഒരു ടെസ്റ്റിംഗ് പ്രോബ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൾട്ടിമീറ്ററിൽ 3 പോർട്ടുകൾ കാണാനായിട്ട് പറ്റും. ഇത് കോമൺ ആണ്, നടുക്ക് കാണുന്നത് കോമൺ ആണ്. അതിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പുറത്തുള്ളത് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറണ്ട് മെഷർ ചെയ്യാവുന്ന സമയത്ത് ഇവിടെ നിന്ന് ഊരിയിട്ട് ഇപ്പുറത്തേക്ക് ഇടേണ്ടതായിട്ടുണ്ട്. ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് കറണ്ട് മെഷർമെൻറ്റ് 10 ആംബിയർ എന്ന് എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് എടുത്ത് മാറ്റിയിടണം കറണ്ട് മെഷർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ കറണ്ട് എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുക ഈ ഒരു മൾട്ടിമീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കറണ്ട് മെഷർ ചെയ്യുന്നിടത്തേക്ക് നമ്മൾ എടുത്ത് ഇതിനെ ഇടാൻ കാരണം. വോൾട്ടേജ് മെഷർ ചെയ്യുന്നിടത്ത് ഇടുമ്പോഴത്തേക്കും നമ്മൾ വോൾട്ടേജ് പാരലലായിട്ടാണ് മെഷർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇട്ട് നമുക്ക് കറണ്ട് ചെക്ക് ചെയ്യാനൊക്കത്തില്ല, മൾട്ടിമീറ്റർ കേട് വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചോണം. അതിനുശേഷം ഇത് നോബാണ്. നോബ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടുന്ന ആ ഒരു വാല്യൂയിലേക്ക് ഇടുക. ഇവിടെ 10 ആംബിയർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 10 ആംബിയറിനകത്ത് വരുന്ന കറണ്ടുകളാണ് നമുക്ക് ഇതിനകത്ത് മെഷർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നോബ് റൊട്ടേറ്റ് ചെയ്ത് 10 ആംബിയർ റേഞ്ചിലേക്ക് ഇടുമ്പോഴത്തേക്കും നമുക്കിത് കറണ്ട് മെഷർ ചെയ്യാൻ സജ്ജമായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു SMPS ആണ്. ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു SMPS ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് 400 വാട്ട്സ് തരുന്ന ഒരു SMPS ആണ്, 33 ആംബിയർ കറണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ LED 33 ആംബിയർ ഒന്നും എടുക്കില്ല. അപ്പോൾ അതിനാവശ്യമുള്ള കറണ്ട് മാത്രമേ അത് ഡ്രോ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് എത്രയാണ് LED എടുക്കുന്ന കറണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് കഴിയും. ഇവിടെ ഞാൻ ചെക്ക് ചെയ്യുന്നത് 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന LED ആണ്. അപ്പോൾ ഈ ഒരു SMPS ഞാൻ സപ്ലൈയിൽ കൊടുത്തിട്ടുണ്ട്. SMPSൽ നിന്നുള്ള 2 വയർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതാണ് SMPSൽ നിന്ന് വരുന്ന 2 വയർ, പോസിറ്റീവ് നെഗറ്റീവും. ഇത് 12 വോൾട്ട് പോസിറ്റീവും നെഗറ്റീവുമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു മീറ്ററിൽ 240 LED വരുന്ന 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു LED സ്ട്രിപ്പാണ്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട് 12 വോൾട്ട് കൊടുക്കേണ്ടുന്ന ഒരു സൈഡ്. ആ ഒരു സൈഡിലേക്ക് സോൾഡർ ചെയ്തിരിക്കുന്ന വയർ റെഡ് കളറുള്ള വയറായിരിക്കും. അപ്പോൾ ആ റെഡ് കളറിലുള്ള വയറിലേക്കാണ് നമുക്ക് പോസിറ്റീവ് കൊടുക്കേണ്ടുന്നത്. മറ്റേത് നെഗറ്റീവ് ഒരു കളറൊന്നും ഇല്ലാത്തൊരു വയറാണ്. ചില സൈഡിൽ അത് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള വയറോ വൈറ്റ് കളറിലുള്ള വയറോ ആയിരിക്കും. എന്തായാലും സ്ട്രിപ്പിനകത്ത് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് 12 വോൾട്ട് പ്ലസ് 12 വോൾട്ട് മൈനസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള വയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ആദ്യമേ കണക്ഷൻ കൊടുത്ത് ഇത് വർക്ക് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. പോസിറ്റീവും നെഗറ്റീവും കൊടുത്തിട്ട് ഇത് വർക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പോൾ അവിടെ പ്ലസ്സിൽ പ്ലസ്സും കൊടുത്തു, മൈനസിൽ മൈനസും കൊടുത്തു. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ സ്ട്രിപ്പ് മൾട്ടിമീറ്റർ സീരീസ് ആയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കറണ്ട് എത്രയുണ്ടെന്ന് മെഷർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോസിറ്റീവ് ലൈൻ മാറ്റിയിടുക, നെഗറ്റീവ് LED കൊടുക്കുക. അതാണ് ആദ്യമേ ചെയ്യേണ്ടുന്നത്. നെഗറ്റീവ് LED കൊടുക്കുക. അപ്പോൾ നെഗറ്റീവ് ഡയറക്റ്റ് കൊടുത്തു. അപ്പോൾ ഈ സപ്ലൈയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് നമ്മൾ ഡയറക്റ്റ് സ്ട്രിപ്പിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കയ്യിൽ പ്രോബ് ഇരിപ്പുണ്ട്. ഓക്കെ, മൾട്ടിമീറ്ററിൻ്റെ പ്രോബുണ്ട്. ഈ മൾട്ടിമീറ്ററിൻ്റെ പ്രോബിൻ്റെ പോസിറ്റീവ് നമ്മൾ സപ്ലൈയിൽ നിന്ന് വരുന്ന ലൈനിൽ കൊടുക്കുകയാണ് ചെയ്യുക. സപ്ലൈയിൽ നിന്ന് വരുന്ന ലൈനിൽ കൊടുത്തു. നെഗറ്റീവ് നമ്മൾ എടുത്തിട്ട് LED സ്ട്രിപ്പിൻ്റെ പോസിറ്റീവിൽ കൊടുക്കുകയാണ്.
ഓക്കെ, കൊടുക്കുമ്പോൾ ആ സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് 3.45 ആംബിയർ. ഓക്കെ, 3.45 ആംബിയർ ആണ് ഈ ഒരു 240 LED പെർ മീറ്ററിൻ്റെ സ്ട്രിപ്പ് വർക്ക് ചെയ്യുമ്പോൾ കൺസ്യൂം ചെയ്യുന്നതായിട്ടുള്ള കറണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് SMPS തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു 5 ആംബിയർ എങ്കിലും മിനിമം ഔട്ട്പുട്ട് തരുന്ന രീതിയിലുള്ള ഒരു SMPS 12 വോൾട്ട് DC-യിലുള്ളത് എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾ പോയിട്ട് നേരെ അങ്ങ് 3.5 തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ 3.5-ൻ്റെ ആംബിയറുള്ള SMPS അത് സ്റ്റാൻഡേർഡ് അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അത് കിട്ടാൻ പാടായിരിക്കും. അഥവാ കിട്ടിയാൽ തന്നെ ആ പറയുന്ന അക്കൗണ്ടുള്ള ആംബിയർ നമുക്കതിനകത്ത് ലഭിക്കണം എന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് അധികം ഇട്ടിട്ട് ഒരു 5 ആംബിയറിൻ്റെ SMPS ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പിന്നെ 10 ആംബിയറിൻ്റെ SMPS ഉപയോഗിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അത് SMPS ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് സൗണ്ടോട് കൂടിയിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡിന് ആവശ്യമുള്ള കറണ്ട് ഡ്രൈവ് കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഡ്രൈവ് ഓവർലോഡായിട്ട് ഹീറ്റായിട്ടാണ് അത് പൊട്ടിത്തെറിക്കുക. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും ഡ്രൈവ് ഓവർ ഹീറ്റ് ആവാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു 240 LED പെർ മീറ്ററിൻ്റെ സ്ട്രിപ്പിന് നിങ്ങൾ 3.5 ആംബിയറിന് മുകളിലുള്ള ഒരു SMPS ഉറപ്പായിട്ടും ഉപയോഗിച്ചിരിക്കണം. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 120 LED പെർ മീറ്ററിൻ്റെ സ്ട്രിപ്പാണ്. അടുത്തത് 120 LED പെർ മീറ്ററിൻ്റെ സ്ട്രിപ്പാണ്. 120 LED പെർ മീറ്റർ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഒരു മീറ്ററിൽ 120 LED ആണ് വരിക. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് സെറ്റപ്പ് നേരത്തെ കാണിച്ചവർക്ക് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ ഇത് ടേബിളിൻ്റെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. SMPSൽ നിന്നുള്ള നെഗറ്റീവ് അത് നേരെ നമ്മൾ ഈ ഒരു സ്ട്രിപ്പിന് കൊടുത്തു. SMPSൽ നിന്നുള്ള നെഗറ്റീവ് നേരെ സ്ട്രിപ്പിൽ കൊടുത്തു. SMPSൽ നിന്നുള്ള പോസിറ്റീവ് നമ്മളുടെ പ്രോബിന് കൊടുത്തു. ഓക്കെ, ആ ഒരു മൾട്ടിമീറ്ററിൽ നിന്നുള്ള നെഗറ്റീവ് എടുത്ത് സ്ട്രിപ്പിൻ്റെ പോസിറ്റീവിൽ കൊടുത്തു. അപ്പോൾ ഈ ഒരു മൾട്ടിമീറ്റർ അതിന് സീരീസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത് 2.39 അതായത് 2.4 ആംബിയർ ആണ് ഈ ഒരു 120 LED പെർ മീറ്ററിൻ്റെ സ്ട്രിപ്പ് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 2.5 ആംബിയർ ഒരു 5 ആംബിയർ തന്നെയുള്ള ഒരു SMPS ഈ ഒരു സ്ട്രിപ്പിന് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 2 റോൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 10 ആംബിയറിൻ്റെ സ്ട്രിപ്പ് SMPS ഉപയോഗിക്കുക. ഓക്കെ, അതങ്ങനെ ഉപയോഗിച്ചാലാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റുക. ഇത് ഡിമാൻഡ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 2.5 ആംബിയർ ആണ്. ഓക്കെ, 2.39 2.4 ആംബിയർ ആണ് ഇത് ആവശ്യപ്പെടുന്നതായിട്ടുള്ള കറണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് മൾട്ടിമീറ്റർ വെച്ചിട്ട് സ്ട്രിപ്പിൻ്റെ കറണ്ട് ചെക്ക് ചെയ്യുന്നത്. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് 60 LED പെർ മീറ്ററിൽ വരുന്ന സ്ട്രിപ്പാണ്. അപ്പോൾ ഇതാണ് 60 LED പെർ മീറ്ററിൻ്റെ സ്ട്രിപ്പ്. ഇതൊരു മീറ്ററിൽ 60 LED ആണ് വരിക. റെഡ് കളറിൻ്റെ ഒരു സ്ട്രിപ്പാണ് ഞാനിവിടെ കാണിച്ചേക്കണത്. ഇവിടെ നേരത്തെ കണക്ഷൻ കാണിച്ചിട്ടുള്ള പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു മൾട്ടിമീറ്റർ സീരീസ് ആയിട്ട് കൊടുത്തപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് 1.86 ആംബിയർ ആണ് ഇത് ആവശ്യപ്പെടുന്നതായിട്ടുള്ള കറണ്ട്. അപ്പോൾ 60 LED പെർ മീറ്ററിൻ്റെ സ്ട്രിപ്പ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ആംബിയറിൻ്റെ SMPS നല്ല ക്വാളിറ്റി ഉള്ളത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് LED സ്ട്രിപ്പിൻ്റെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഇന്ന് പരിചയപ്പെടുത്തിയ ഏതെങ്കിലും ഉപകരണങ്ങൾ LED സ്ട്രിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ SMPS ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അത് വാങ്ങിക്കാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ പ്രോഡക്റ്റുകൾ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും.